ഹായ് ഫ്രണ്ട്സ്, എനിക്ക് ഒരു പാറ്റേൺ പേപ്പറിൽ ഞാൻ നെക്ക് വിടുത്തും ഷോൾഡറും എങ്ങനെ മെഷർമെൻറ്റ് ചെയ്ത് നമ്മൾ ബോഡിയിൽ നിന്ന് മെഷർമെൻറ്റ് എടുത്തുകൊണ്ട് ഇതിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് ഞാൻ പാറ്റേൺ പേപ്പർ ഞങ്ങൾക്ക് പറഞ്ഞുതരാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ മാക്സിമം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കറക്റ്റ് ആണോ അല്ലേ എന്നുള്ളത് കമൻറ്റ് ബോക്സ് വന്നിട്ടൊന്ന് പറയണേ. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ബാക്ക് കൈത്തിറക്കം നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യല് ഷോൾഡർ മാർക്ക് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ബാക്ക് നെക്ക് ലെങ്ത്ത് 4ഉം ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് 4ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മെഷർമെൻറ്റ് കൊടുക്കണം. നമ്മൾ ആദ്യം ബാക്ക് കൈത്തിറക്കം എത്ര ആണോ നമ്മൾ ഫിക്സ് ചെയ്ത് നിശ്ചയിച്ച് നമ്മൾ വെക്കണം. അത് ചെയ്തിട്ട് മാത്രം നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യാൻ പാടുള്ളൂ. അപ്പം ബാക്ക് നെക്ക് ലെങ്ത്ത് ഇപ്പോൾ 1 ഇഞ്ചാണ് ഉദ്ദേശിക്കേണ്ടതെന്നുണ്ടെങ്കിൽ ബാക്കിലെ നെക്ക് ലെങ്ത്ത് നമ്മൾ 1 ഇഞ്ചാണ് ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഷോൾഡർക്ക് 1/2 ഇഞ്ച് ആഡ് ചെയ്യണം. മനസ്സിലായോ? 1/2 ഇഞ്ച് ആഡ് ചെയ്യണം. അപ്പോൾ ബോഡിയിൽ നിന്ന് എടുത്ത് ഷോൾഡർ ഉദാഹരണം പറയട്ടെ, ബോഡിയിൽ നിന്ന് എടുത്ത് നമ്മൾ 9 ആണെങ്കിൽ 9ൻ്റെ പകുതിയുടെ കൂടെ 1/2 നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ പറഞ്ഞില്ലേ 9 ആണ് ഇവിടെ നമ്മൾ ഷോൾഡർ നമ്മൾ ബോഡിയിൽ നിന്ന് എടുത്ത മെഷർമെൻറ്റ് 9 ആണെങ്കിൽ 9ൻ്റെ പകുതി 4.5 4.5ക്ക് 1/2 ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, കറക്റ്റായോ? അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 5 കിട്ടുകയാണെങ്കിൽ അപ്പോൾ ഈ കിട്ടുന്ന 5ആണ് കേട്ടോ നമ്മളെ ഷോൾഡർ. അപ്പോൾ ഇനി താഴോട്ട് വരക്കേണ്ടതാണ് നമ്മൾ ആം ഹോൾ പോയിൻ്റ് എന്ന് പറയും. അപ്പോൾ നമ്മൾ താഴോട്ട് 5 തന്നെയാണ് നമ്മൾ മാർക്ക് ചെയ്യല്. ആ 5 തന്നെയാണ് നമ്മൾ ആം ഹോൾ പോയിന്റ്. ഇത്രയും മനസ്സിലായില്ലേ? അപ്പോൾ ഷോൾഡറിനെ ബേസ് ചെയ്തിട്ട് ബാക്ക് നെക്ക് ലെങ്ത്ത് എത്രയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ബാക്ക് നെക്ക് ലെങ്ത്ത് 1 ഇഞ്ചാണെങ്കിൽ 1/2 ആഡ് ചെയ്യുക. ഇനി 2 ഇഞ്ചാണെങ്കിലും 1/2 ആഡ് ചെയ്യുക. ഇനി 3 ഇഞ്ചാണെങ്കിൽ 1/4 ഇഞ്ച് ആഡ് ചെയ്യും. 1/4 ഇഞ്ച് നെസ്സിൻ ആഡ് ചെയ്യാം. 4 ഇഞ്ചാണെങ്കിൽ 1/4 ആഡ് ചെയ്യും. 1/4 ഇഞ്ച് ആഡ് ചെയ്യും. ഇനി 5 ഇഞ്ചാണെങ്കിൽ 1/2 ലെസ് ചെയ്യുക. 5 ഇഞ്ചാണെങ്കിൽ 1/2 ലെസ് ചെയ്യുക കേട്ടോ. 1/2 ലെസ് ചെയ്യുക. 6 ഇഞ്ചാണെങ്കിൽ 3/4 ലെസ് ചെയ്യുക. 3/4 ലെസ് ചെയ്യുക. 7 ഇഞ്ചാണെങ്കിൽ 1 ഇഞ്ച് ലെസ് ചെയ്യുക. 8 ഇഞ്ചാണെങ്കിൽ 1.25 ലെസ് ചെയ്യുക. 9 ഇഞ്ചാണെങ്കിൽ 1.5 ലെസ് ചെയ്യുക. ഇതിൽ കൂടുതലൊന്നും ആരും കഴുത്തിറക്കം എടുക്കില്ല, ബാക്ക് കഴുത്തിറക്കൊന്നും ആരും എടുക്കില്ല. എന്നാലും പറഞ്ഞുതരാം. 10 ഇഞ്ചാണെങ്കിൽ 1.25 എടുക്കും. 1.25 പ്ലസ് ചെയ്യുക. ഓക്കെ, ഇത് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കണം. ഇത് നിങ്ങൾ മാക്സിമം നിങ്ങൾ സ്റ്റിച്ച് ചെയ്യണം. റൂമിലൂടെയെങ്കിലൊക്കെ ജസ്റ്റ് ഒട്ടിച്ച് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ചെയ്യുമ്പോൾ എളുപ്പമായിരിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തോളിനൊരു ലൂസ് ഉണ്ടാവും. ഷോൾഡറിന് ഇങ്ങനെ ചെയ്ത് നോക്കൂ. അപ്പോൾ പിന്നീട് ഒരിക്കലും ഈ ഒരു പ്രശ്നങ്ങൾ അനുഭവിക്കില്ല. ഈ തോളിൻ്റെ ഇവിടുന്ന് ഇങ്ങനെ ലൂസായി പോകുന്ന പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ചെയ്ത് നോക്കി. അപ്പോൾ നെക്ക് വിടുത്ത് പറഞ്ഞില്ല. നെക്ക് വിടുത്ത് 4 ആണെങ്കിൽ 4ൻ്റെ പകുതി 2 ആണ് ഇവിടെ മാർക്ക് ചെയ്യരുത്. നമ്മളിവിടെ ഒറ്റയടിക്ക് 2 മാർക്ക് ചെയ്യരുത്. നമ്മൾ എന്ത് ചെയ്യണം, 1/2 കുറച്ചിട്ട് മാർക്ക് ചെയ്യുക. 1/2 2ന്ന് 1/2 കുറച്ചിട്ടാണ് മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1.5 കിട്ടും. 1.5 ഇഞ്ച് കിട്ടും. 1.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുക. അതെന്താന്ന് പറയാൻ കാരണം എന്താ, ഇവിടെ നമ്മൾ മടക്കി അടുപ്പില്ലേ, മടക്കി അടിച്ച് വരുമ്പോൾ അത് കറക്റ്റായിട്ട് എന്തുണ്ടാവും, ആ 2 നമുക്ക് കിട്ടും. അതിനാണ് നമ്മൾ നെക്ക് വിടുത്ത് 1/2 ഇഞ്ച് കുറച്ചുകാണ്ട് ചെയ്യണ്ടേ. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ നമ്മളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ അറിവുമായി വരുന്നതാണ്. അപ്പോൾ ഓക്കെ, ബൈ.